Dear students, welcome to the first class on circles of 9th Standard Mathematics. What is a circle? Let us define the circle like this. If we fix a point on a level surface, then marking points which are all at equal distance from this fixed point in every direction. When all such points are marked, we will get points like this. When all these points are marked, at last the figure obtained will be like this. That figure we call a circle. Then what is a circle? It is the set of whole points equidistant from a fixed point on a plane is called circle. That fixed point we call the center. Then the distance from that fixed point to any one point on that circle we call it radius. All these things we have already learned. Here, to start this chapter, we have to recall a process, a method that you have learned in the 8th standard. Drawing a perpendicular bisector to a line. How can we draw perpendicular bisector to a line? Here I remind you once again how perpendicular bisector of a line can be drawn. And so, be attentive. Now, at first, what is perpendicular bisector of a line? Here I have drawn a line. What is perpendicular bisector of this line? What is bisector of this line? Bisector, it is the line passing through the midpoint of this line. ഈ ലൈനിൻ്റെ മിഡ്പോയിൻ്റ് ആണ് ഇത് എങ്കിൽ ഈ മിഡ്പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഏത് ലൈനിനെയും ബൈസെക്ടർ എന്ന് പറയാം. If such a line is 90 degree or it is perpendicular with this line, if such a line make 90 degree angle with the first line, we call that one, this second drawn line, as the perpendicular bisector of this line. ഇതിൻ്റെ perpendicular bisector ആണ് ഇത്. ഓക്കെ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്ന് നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. വരയ്ക്കുന്ന വിധം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിപ്പിച്ച് തരാണ്. ബിക്കോസ് ദി തിയറി ബിഹൈൻഡ് ദാറ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ് ഫോർ ദിസ് ചാപ്റ്റർ. ഓക്കെ, ഈ ലൈനിലെ രണ്ട് പോയിൻറ്റ്സ് ആണ് ഈ രണ്ട് പോയിൻറ്റ്സ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ ലൈനിൽ രണ്ട് പോയിൻറ്റ്സ് ആണിത്. നമുക്ക് ഈ ലൈന് വരുന്നതിൻ്റെ മുമ്പ് തന്നെ രണ്ട് പോയിൻറ്റ്സ് ആ ലൈനിൽ വരാനുള്ള രണ്ട് പോയിൻറ്റ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യിപ്പിച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ ആ ലൈന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിക്കോളും. അപ്പോൾ ഈ ലൈൻ വരക്കാൻ ആ ലൈനിലെ രണ്ട് പോയിൻറ്റ്സ് കിട്ടിയാൽ മതി. എങ്ങനെയാണ് ഈ ലൈന്, ഇപ്പോൾ ഈ ലൈന് വന്നിട്ടില്ല, വരുന്നതിന് മുമ്പ് രണ്ട് പോയിൻറ്റ്സിന് നമുക്ക് എങ്ങനെ ഈ ലൈനിലെ രണ്ട് പോയിൻറ്റ്സിനെ എങ്ങനെ കണ്ടെത്താം എന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, ഹിയർ if we consider this point, let us tell the distance to this point from the end points of the first line. ആദ്യത്തെ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകൾ, അതായത് ഈ രണ്ട് ഡിസ്റ്റൻസുകൾ നമ്മൾ പറയുകയാണ് ഈക്വൽ ആയിരിക്കുമെന്ന്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. വൈ ദീസ് ടു ഡിസ്റ്റൻസസ് ആർ ഈക്വൽ? ഫോർ ദാറ്റ് കൺസിഡർ ദീസ് ടു റൈറ്റ് ട്രയാങ്കിൾസ്. ദിസ് വൺ ഈസ് ദി കോമൺ ആൾട്ടിറ്റ്യൂഡ്. This one is the base of one triangle, this one is the base of the other triangle. We can see these two also are equal because this line should be the perpendicular bisector. Okay, therefore base and altitude of one triangle is same as that of the other. Therefore the triangles are equal triangles, so that their hypotenuses are also equal, mean these two distances are equal. അപ്പോൾ ഈ പോയിന്റിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വലാണ്. ഈ ലൈനിലെ വേറൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ദി ഡിസ്റ്റൻസ് ടു ദാറ്റ് പോയിന്റ് ഫ്രം ദി എൻഡ് പോയിന്റ്സ് അഗെയിൻ ഷുഡ് ബി ഈക്വൽ. സി ദീസ് ടു ഡിസ്റ്റൻസസ് ആർ ഈക്വൽ. ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് കാണാൻ പറ്റും. ഇതേപോലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിച്ചാൽ യു ക്യാൻ ടെൽ ദീസ് ടു ഡിസ്റ്റൻസസ് ആർ ഈക്വൽ. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലൈനിലെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും the distances from the end points of the first line to those points are equal. ഓക്കെ, ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ പോയിന്റ് എടുത്താൽ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, ഈ പോയിന്റ് എടുത്താൽ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പോൾ വേറെ രീതി പറഞ്ഞാൽ അങ്ങനെ ഈ ലൈനിലെ ഏത് പോയിന്റിലേക്കും എൻഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി അവിടുന്ന് മനസ്സിലാക്കേണ്ടി വരും. ഈ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലായിട്ട് നിലകൊള്ളുന്ന പോയിന്റ്സുകൾ എല്ലാം ഈ ലൈനിലായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ രണ്ട് പോയിന്റ്സ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ
അതായത് ഈ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലുള്ള രണ്ട് പോയിന്റ്സ് കണ്ടെത്തുക. ഫോർ എൻ എക്സാമ്പിൾ, ഹിയർ ഐ ആം ഡ്രോയിങ് എ ലൈൻ. ഹൗ ക്യാൻ വി ഡ്രോ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു ദിസ് ലൈൻ? ലെറ്റ് ദീസ് ടു ബി ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദറ്റ് ലൈൻ. ആ ലൈനിൻ്റെ എൻഡ് പോയിന്റ്സ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആദ്യം ഒരു പോയിന്റ് കണ്ടെത്തണം. ഈ പോയിന്റ് ഇതിലുള്ള പോയിന്റാണ്, അത് ഈ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലായിട്ട് നിലകൊള്ളുന്നൊരു പോയിന്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് കിട്ടാൻ we need to find out a point such that the distances from these two end points to that point should be equal. For that, just keep compass here. Draw, keeping compass here, extend the compass a little bit, then draw an arc. You will get such an arc. With the same distance in compass, keeping compass here, draw another arc to cut this one. See, now the distances from these two end points to this one are equal. അതായത് ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് അർത്ഥം. നമുക്കത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഉണ്ട്, ആ ഡിസ്റ്റൻസുകൾ അവിടെ ഈക്വലായിട്ട് അവിടെ ഉണ്ട്. ഓക്കെ, നൗ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വൺ മോർ പോയിന്റ് there. For that, keep again compass here, extend compass a little bit, then you have to just imagine that I have kept compass here and extended it, then draw an arc here somewhere. You will get an arc like that. Then with the same distance in compass, without making any change in compass, keep compass here, draw another arc to cut this one. You will get an arc like that. Now these are 2 points you have obtained as you have got here. ഇവിടെയുള്ള രണ്ട് പോയിന്റ്സിൻ്റെ സ്ഥാനത്ത് രണ്ട് പോയിന്റ്സ് ഇവിടെ. You need only just to attach scale joining these 2 points and draw a line joining that 2 points and extend it to meet this one. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ that line is the perpendicular bisector and it make 90 degree with this line. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇഫ് യു ടേക്ക് എനി പോയിന്റ് ഓൺ ദിസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ദി ഡിസ്റ്റൻസസ് ഫ്രം ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദിസ് ലൈൻ ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് വൺ. തിരിച്ച് പറഞ്ഞാൽ, ഓൾ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ഫ്രം ദീസ് 2 പോയിന്റ്സ് മസ്റ്റ് ലൈ ഓൺ ദിസ് ലൈൻ. These 2 things should be there in your mind because it is very important to us for this chapter, and so we are going to that one. See, now let us find out the center of a circle which is not known to us. See, here I have drawn a circle. We don't know where is the center of the circle located. ഈ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം, നമുക്ക് കണ്ടെത്താം. We know all the points on this circle must lie at equal distances from the center. തിരിച്ച് പറഞ്ഞാൽ, if we mark 2 points on that circle, the center should be at a point which is at equal distances from these 2 points. ഈ 2 പോയിന്റിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസിൽ ഒരേ അകലത്തിലായിട്ടാണ് സെൻറ്റർ ഉണ്ടാക്കേണ്ടത്. ഒരേ അകലത്തിൽ ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ടാകാം. ഈ 2 പോയിന്റിൽ നിന്ന് ഒരു നിശ്ചിത ഡിസ്റ്റൻസസിലാണ് ഇതെന്ന് വിചാരിച്ചോളൂ. എന്ന പോലെ വേറെയും പോയിന്റ്സുകളുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അങ്ങനെ ഈ സൈഡിലേക്കും വരാം. ഈ പോയിന്റ്സുകളെല്ലാം നിലകൊള്ളുന്നത്, ഈ 2 പോയിന്റുകളിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലുള്ള പോയിന്റുകളെല്ലാം നിലകൊള്ളുന്നത് ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കണം. Therefore, the center of the circle must lie on the perpendicular bisector of this line, mean it must lie on this one. That means the center of the circle lies somewhere on this line. ഈ സർക്കിളിൽ, ഈ ലൈനിൽ എവിടെയോ ഇവിടെ സർക്കിളിൻ്റെ സെൻറ്റർ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അതിന് നമുക്ക് വേറെ ഒരു 2 പോയിൻറ്റ്സും കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ, ആ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിൻ്റെ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അതിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്നും പറയാം. ഇതേ കാരണങ്ങൾ കൊണ്ട്, ഇതിന് പറഞ്ഞ അതേ കാരണങ്ങൾ കൊണ്ട് ഇതിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയാം. സർക്കിളിൻ്റെ സെൻറ്റർ ഈ ലൈനിലുണ്ട് എങ്കിൽ ഇറ്റ് മസ്റ്റ് ബി അറ്റ് ദി മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദീസ് 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് വരക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വേണമെങ്കിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സപ്പോസ് വി വാണ്ട് ടു ഡ്രോ സച്ച് എ സർക്കിൾ ആൻഡ് we want to find out the center of that circle. See, here I have drawn a circle. Okay, we have drawn a circle. നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് വരക്കുമ്പോൾ ആ കോമ്പസിൻ്റെ പിൻ പോയിൻ്റ് കൊണ്ട് അവിടെ സെൻറ്റർ കാണുന്നുണ്ടാവും. ആൻഡ് സോ ബെറ്റർ ടു ഡ്രോ വിത്ത് എ ബാങ്കിൾ.
ഒരു വള ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ റൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഈസ് നോട്ട് നോൺ വേർ സെൻറ്റർ ലൈസ്. വി വാണ്ട് ടു ലൊക്കേറ്റ് ദി സെൻറ്റർ. അതിൻ്റെ ഒരു സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് let us mark any 2 points on that circle. See, these are 2 points. Now line joining that 2 points is there. Now the center of the circle must lie on the perpendicular bisector of this line. Ee line inde perpendicular bisector lu. Now the center of the circle must lie on the perpendicular bisector of this line. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. കീപ് കോമ്പസ് ഹിയർ, ഡ്രോ ആൻ ആർക്ക് ഹിയർ ആൻഡ് ഹിയർ ഓൾസോ. ഞാൻ നേരത്തെ രണ്ട് പോയിന്റ്സ് നമ്മൾ കണ്ടെത്തിയത് ഈ ലൈനിൻ്റെ ഒരു സൈഡിലായിരുന്നു. ഇനി 2 സൈഡിലാണെന്നുണ്ടെങ്കിൽ കീപ് കോമ്പസ് ഹിയർ, ഡ്രോ ആൻ ആർക്ക് ഹിയർ ആൻഡ് ഹിയർ ഓൾസോ. അറ്റ് ദാറ്റ് ടൈം യു വിൽ ഗെറ്റ് 2 ആർക്സ് ലൈക്ക് ദാറ്റ്. കോമ്പസ് ഇവിടെ കുത്ത്, ഒരാർക്ക് ഇങ്ങോട്ട്, ഒരാർക്ക് ഇങ്ങോട്ട്. അഗെയിൻ വിത്ത് ദ സെയിം ഡിസ്റ്റൻസ് ഇൻ കോമ്പസ്, കീപ് കോമ്പസ് ഹിയർ. കോമ്പസ് ഇവിടെ കുത്തുക, ഒരാർക്ക് ഇതിനെ കട്ട് ചെയ്യുക, അതേ അളവിൽ ഇതിനെ കട്ട് ചെയ്യുക. അറ്റ് ദാറ്റ് ടൈം വി വിൽ ഗെറ്റ് 2 points ഓൺ ദാറ്റ് ലൈൻ ടു ബി ഡ്രോൺ. നമ്മൾ വരയ്ക്കേണ്ട ലൈനിലെ 2 പോയിൻറ്റ്സ് ആണ് ഇതും ഇതും. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ എന്നാൽ ഈ പോയിൻ്റ് ഈ 2 പോയിൻറ്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലാണ്, ഈ പോയിൻറ്റും ഈ 2 പോയിൻറ്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലാണ്. ദെയർഫോർ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ മസ്റ്റ് ലൈ ഓൺ ദി ലൈൻ ജോയിനിങ് ദീസ് 2. ഈ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈന് തന്നെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, എന്ന പോലെ വേറെയും 2 പോയിൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അതിലും ഇതേ കാര്യങ്ങൾ. ഇപ്പോൾ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ലൈനാണെന്ന് സപ്പോസ് ചെയ്തോളൂ. 2 പോയിൻറ്റിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈൻ, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇതേപോലെ നമുക്ക് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇവിടെയും ഇവിടെ കുത്തിയിട്ട് അതിനെ കട്ട് ചെയ്യുന്ന രീതി 2 ആർക്സ് വരച്ച് ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ലൈൻ ലൈക്ക് ദാറ്റ്. ദാറ്റ് 2 lines intersect at a point here. That one is the center of the circle. Okay, now we have fixed. We now know how to locate the center of a circle if it is not known. ഒരു സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടെത്തുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതോടുകൂടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരച്ചിട്ട് യു ഹാവ് ടു ലൊക്കേറ്റ് വേർ ഇസ് ദ സെൻറ്റർ ലൈസ്, ഹാവ് ടു ടെൽ യുവർ സെൽഫ്. നൗ suppose we have a special situation, that is a piece of a bangle is there with us here like this. Here let this be a piece of a bangle. We want to get the complete bangle. We want to make the complete bangle. For that the remaining piece should be attached here. ഈ വള മുഴുവനാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ, ബാലൻസ് ഉള്ള പീസ് ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പാർട്ടായിട്ട് വന്നിട്ടുള്ള സർക്കിള് ഫുൾ സർക്കിൾ കിട്ടണം. To draw such a full circle we have to first fix where is the center of that circle. ഇതിൻ്റെ സെൻറ്റർ ഫിക്സ് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ ഈ ലൈൻ, ഈ ആർക്കിൽ, ഇതിനൊരു ആർക്ക് എന്ന് പറയാം, ഈ ആർക്കിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യാം. സി ലെറ്റ് ദീസ് 2 points be the 2 points on the circle, and so we know the center of the circle must lie on the perpendicular bisector of the line joining these 2 points. That means the center of the circle must lie on the perpendicular bisector of this line. We know how to draw the perpendicular bisector of this line. For that first of all keep compass here. നമ്മൾ 2 രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാൻ 2 രീതിയിൽ. ഈ എൻഡ് പോയിൻറ്റ്സിൽ നിന്ന്, ഈ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലായിട്ടുള്ള 2 പോയിൻറ്റ്സിനെ ഒരു സൈഡിൽ ഒന്ന് പടിയും കണ്ടെത്താം. അല്ലെങ്കിൽ 2 പോയിൻറ്റ്സ് ഒന്ന് ഈ സൈഡിലും ഒന്ന് കുറച്ച് അപ്പുറത്തും കണ്ടെത്താം. അല്ലെങ്കിൽ 2 പോയിൻറ്റ്സ് ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും ആക്കി എടുക്കാം. നമ്മൾ അതാണ് ചെയ്യണം, ഒന്ന് ആ സൈഡിലും ഒന്ന് ഈ സൈഡിലും. അതുകൊണ്ട് കോമ്പസിൽ ഡിസ്റ്റൻസ് നമ്മൾ മാറ്റേണ്ടതില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കീപ് കോമ്പസ് ഹിയർ. Okay, keep compass here. Take a particular distance in compass. You have to imagine that I have kept compass here. Take a particular distance in compass. A convenient distance in compass is to keeping compass here, draw an arc along this way. With the same distance in compass, draw another arc at this side. When you have drawn such 2 arcs, it will be like that. You have drawn 2 arcs. Compass ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ടും അതേ അളവിൽ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും വരച്ചു. Then again keep the compass here with the same distance in compass. Compass മാറ്റം വരുത്തുന്നില്ല, കോമ്പസ് ഇവിടെ കുത്തുന്നു. Draw an arc to cut this one and also this one. We will get such 2 arcs. See. Now ഈ പോയിന്റ് ഈ 2 ആർക്സ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് ഈ 2 എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലാണ്. എന്ന പോലെ ഈ പോയിന്റ് നിലകൊള്ളുന്നത് ഈ 2 എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലാണ്. Therefore the perpendicular these 2 points must lie
on the perpendicular bisector of the line joining these two points. അതുകൊണ്ട് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈന് തന്നെ ആയിരിക്കണം. അതായത് ഇത് തന്നെയാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈനിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് മനസ്സിലായി. ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വി നീഡ് ടു ഗെറ്റ് exactly where is the center of the circle. For that we have to find out another 2 points on this part of the circle. വേറെ രണ്ട് പോയിന്റ്സിനെ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. സി ദീസ് ആർ ദി 2 points. അതുകൊണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ നിലകൊള്ളുന്നത് ആ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കണം. അപ്പോൾ ഇതിന് ചെയ്ത പോലെ കീപ് കോമ്പസ് ഹിയർ, ഡ്രോ ആൻ ആർക്ക് അറ്റ് ദിസ് വൺ, അറ്റ് ദിസ് സൈഡ് ആൻഡ് അഗെയിൻ ഹിയർ. വെൻ വി ഹാവ് ഡ്രോൺ സച്ച് 2 arcs it will be like that. രണ്ട് സൈഡിലും കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും അതേ അളവിൽ ഇങ്ങോട്ടും വരച്ചു. ഓക്കെ, എഗെയിൻ വിത്ത് സെയിം ഡിസ്റ്റൻസ് ഇൻ കോമ്പസ് കീപ് കോമ്പസ് ഹിയർ. ഇവിടെ കുത്തുക, ഈ പോയിന്റിൽ കുത്തുക. ഡ്രോ ആൻ ആർക്ക് ടു കട്ട് ദിസ് വൺ ആൻഡ് ദിസ് വൺ. വി വിൽ ഗെറ്റ് സച്ച് 2 arcs. സി നൗ ജോയിനിങ് ദീസ് 2 points we will get the perpendicular bisector of this line. And so when we have drawn such a line, see ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് സെൻറ്ററിൽ നിലകൊള്ളുന്നത്. അപ്പം ഈ ലൈനിനെ നമുക്ക് ഒന്നും കൂടി നീട്ടി കൊടുക്കണം, അപ്പോഴേ ഇതിനെ മുട്ടുള്ളൂ. യെസ്, വെൻ വി ഹാവ് എക്സ്റ്റെൻഡഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ അങ്ങോട്ട് കുറച്ച് ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് സച്ച് എ ലൈൻ ലൈക്ക് ദാറ്റ് extended. At that time that 2 points meet somewhere here. See this one here, there is a meeting point. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്റർ ഇതിലും ഉണ്ടാകണം എന്ന് പറയുമ്പം അത് മീറ്റിംഗ് പോയിന്റിലായിരിക്കണം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം, സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടി. കീപ് കോമ്പസ് ഹിയർ, കോമ്പസ് ഇവിടെ വെക്കുക. എക്സ്റ്റെൻഡ് കോമ്പസ് അപ് ടു ദിസ് ഡിസ്റ്റൻസ്, ദെൻ സ്റ്റാർട്ട് റൊട്ടേറ്റ്. തിരിച്ചോളാം. വി വിൽ ഗെറ്റ് സച്ച് എ സർക്കിൾ. ദെൻ ദാറ്റ് ഈസ് ദി റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ ദാറ്റ് ഐ ഹാവ് ഗിവൺ വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്. ഇതാണ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. ആൻഡ് സോ ഒരു സെൻറ്റർ അറിയാത്ത ഒരു സർക്കിളിൻ്റെ പീസ് ഒരാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ഇറ്റ് എ ഫുൾ സർക്കിൾ. അതിനൊരു ഫുൾ സർക്കിളാക്കി മാറ്റാൻ നമുക്ക് റിമൈനിങ് പാർട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാൻ ആ സർക്കിളിനെ അതിന് നമുക്കിങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. വി ക്യാൻ ഫിക്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈവൻ ദോ ഇഫ് എ പീസ് ഈസ് ദർ വിത്ത് us. ഓക്കെ, ഒരു പീസാണ് നമുക്ക് കിട്ടിയത് എങ്കിലും അത് പാർട്ടായി വരുന്ന സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്നുള്ളത് ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആർക്ക് ഒരു പീസ് വരച്ച് വെച്ചിട്ട് ഇതേപോലെ റിമൈനിങ് പാർട്ട് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ എവിടെയാണെന്ന് കണ്ടെത്താൻ ഈ വർക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാം. നൗ ലെറ്റ് us inscribe an equilateral triangle in a circle. നമുക്ക് ഒരു സർക്കിളിനകത്ത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ കൊണ്ടുപോയി വെക്കാം. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ വെർട്ടിസസും ഈ സർക്കിളിൽ വരുന്ന രീതിയിൽ എങ്ങനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കഷൻ. ഫോർ ദാറ്റ്, ഹൗ ടു ഡ്രോ സച്ച് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ ദിസ് സർക്കിൾ. ലെറ്റ് us see the figure. How will be it when it is drawn? അത് വരച്ചാലുള്ള ചിത്രം വിലയിരുത്തിയിട്ട് നമുക്ക് എങ്ങനെ വരക്കാം എന്ന് ആലോചിക്കാം. സി ഹിയർ, വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. വി വാണ്ട് ടു ഡ്രോ സച്ച് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, എനിവേ ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ വിൽ ബി ദർ സംവെയർ ദർ ഹിയർ ആൻഡ് ലെറ്റ് us മാർക്ക് ദാറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആണെന്ന് സപ്പോസ് ചെയ്യാം. ഇഫ് വി ജോയിൻ ഫ്രം ദി സെൻറ്റർ to all vertices of the triangle, we will get such 3 radii. See, when that 3 radii are drawn, we see these 3 triangles. We can see the initial triangle, equilateral triangle, is now divided into 3 triangles. That 3 triangles are equal triangles because we see their 3 sides are equal. I think need not to explain. And so these 3 triangles are equal triangles, mean these 3 angles should be equal. These 3 angles should be equal. Their total sum is 360, angle around a point. Therefore each one of them should be 1/3 of 360. Therefore this angle should be 1/3 of 360, mean this angle, it should be 120 degree. That angle is 120 degree. See, and so if we could draw a radius at first,
Then let us draw another radius making 120 degree with this one. At that time, the end points of such two radii joined determine one side of the equilateral triangle. അപ്പോൾ ഒരു റേഡിയസ് വരച്ചിട്ട് അതുമായി 120 ഡിഗ്രി ഉണ്ടാക്കുന്ന മറ്റൊരു റേഡിയസ് വരച്ചാൽ അവയുടെ എൻഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വൺ സൈഡ്. അപ്പോൾ ഈ രീതിയിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 120 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരു സൈഡ് തീരുമാനിക്കാൻ കഴിയും, അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കേണ്ടി വരുന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഹൗ ക്യാൻ വി ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്തൗട്ട് ടേക്കിംഗ് പ്രൊട്രാക്ടർ? പ്രൊട്രാക്ടർ എടുക്കാതെ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചിന്ത. ഫോർ ദിസ്, if we draw a perpendicular bisector to this side, this one is the line joining two points of the circle. ഈ സർക്കിളിൽ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനാണിത്. ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ, ഇഫ് വി ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു ദിസ് ലൈൻ, ഡെഫിനറ്റ്ലി ദാറ്റ് വൺ ഹാസ് ടു പാസ് ത്രൂ ദി center of the circle and also it has to pass through this point. അത് ഈ പോയിന്റിലൂടെ പോകും. ബിക്കോസ് all points which are at equal distances from these two points must lie on the perpendicular bisector of this line. അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് ഇതിലൂടെ പോകും, സെൻറ്ററിലൂടെ പോകും. Okay, at that time this one make 90 degree with this one, and so this angle is now 90 degree. That angle is 90 degree. ഇപ്പോൾ നമ്മൾ ഈ എൻഡ് പോയിന്റിൽ ഇവിടെ നിന്ന് ഈ റേഡിയസിൻ്റെ ഇവിടെ മുതൽ ഇതുവരെ വരച്ചത് ഒരു റേഡിയസാണ്. ആ റേഡിയസിൻ്റെ എൻഡ് പോയിന്റ് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മളൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് നോക്കാം. അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദിസ് ആംഗിൾ. ഹൗ മച്ച് വിൽ ബി ദിസ് ആംഗിൾ? വി സീ ദിസ് ആംഗിൾ ഈസ് നൗ. ഹൗ മച്ച് വിൽ ബി ദിസ് ആംഗിൾ നൗ? Because when we consider these two triangles at first, see this one and this. On considering these two angles, we see that two triangles are congruent. Explain ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. These two smaller triangles are equal. Since their total angle is 120 degree, each one of them should be equal. Therefore, one of this angle is 60 degree. ഈ ആംഗിൾ 60 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. നമുക്കതിനെ 60 എന്ന് മാർക്ക് ചെയ്യാം. അവിടെ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രി. ഇനി ഈ ട്രയാങ്കിൾ ശ്രദ്ധിച്ചോളൂ. ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ആംഗിൾ ഈസ് നൗ 60 ഡിഗ്രി. നൗ ദീസ് ആർ ടു റേഡിയൈ, ദെയർഫോർ ദീസ് സൈഡ്സ് ആർ ഈക്വൽ, മീൻ ദിസ് വൺ ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഇത് ഐസോസെലസ് ആണെങ്കിൽ ദീസ് ടു ആംഗിൾസ് ഷുഡ് ബി ഈക്വൽ. ദർ സം വി സി 120 degree. Each one of them are equal, mean this angle should be 60 degree. This angle should be 60 degree, mean this one is also 60 degree. Anyway, this one is now an equilateral triangle. Okay, here this one is 90 degree. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഓക്കെ, ഈ വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് ദാറ്റ് പെർപെൻഡിക്കുലർ, അതായത് ഈ ബേസിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇത് ബേസിനെ ബൈസെക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. അതായത് ഈ ട്രയാങ്കിൾ സി ദി കേഴ്സർ, ഈ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ് എന്നർത്ഥം. സി, ബിക്കോസ് ദിസ് വൺ ആൻഡ് ദിസ് വൺ ആർ ഈക്വൽ ആസ് ദിസ് ലൈൻ ബൈസെക്റ്റ് ദിസ് ബേസ്. ഈ പീസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ദിസ് ലൈൻ ആക്ട് ആസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് റേഡിയസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു റേഡിയസിന് പെർപെൻഡിക്കുലറായി നിലകൊള്ളുന്ന ലൈനാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വൺ സൈഡായിട്ട് വരാനിരിക്കുന്നത്. ഓക്കെ, ദി ലൈൻ വിച്ച് ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു എ റേഡിയസ് ഓഫ് ദി സർക്കിൾ ക്യാൻ ബി വൺ സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പം നമുക്കിനി അങ്ങനെ വരക്കേണ്ടതേ ഉള്ളൂ. വി നീഡ് നോട്ട് ടു ടേക്ക് എനി പ്രൊട്രാക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ എ സർക്കിൾ. ഹിയർ ഐ ആം ഡ്രോയിങ് എ സർക്കിൾ. സി, എ സർക്കിൾ ഈസ് ഡ്രോൺ. Let us mark 2 points. Let us mark center of the circle. Let this be the center of the circle, and a point somewhere here on the circle, and a line joining that 2 points. Mean let us draw the radius of the circle. Now let this be the radius of the circle. If we could draw a perpendicular to this radius, ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ വരച്ചാൽ അതാണ് നമ്മൾ വരയ്ക്കേണ്ട ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വൺ സൈഡ്. നൗ we can draw a perpendicular bisector to this line.
For that, keep compass here. Compass ഇവിടെ കുത്തുക. Draw an arc along this direction and at the other side. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇവിടെയും ഒരാർക്ക് ഇവിടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്നത് കുറേ പറഞ്ഞതാണ്. കീപ് കോമ്പസ് ഹിയർ, എക്സ്റ്റെൻഡ് കോമ്പസ്, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ ആൻ ആർക്ക് ഹിയർ വിത്ത് സെയിം ഡിസ്റ്റൻസ് ഡ്രോ അറ്റ് ദിസ് സൈഡ്. വെൻ വി ഡ്രോ സച്ച് ടു ആർക്സ് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, വീണ്ടും കോമ്പസ് അതേ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തുക. ഡ്രോ ആൻ ആർക്ക് ടു കട്ട് ദിസ് വൺ ആൻഡ് ദിസ് വൺ. When we have drawn such two arcs, it will be like that. Okay, now join these 2 points with the scale. Join these 2 points. When we have joined that 2 points, we will get such a perpendicular bisector to this line. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 1 സൈഡാണ് ഈ നിൽക്കുന്നത്. ഇതാണ് 1 സൈഡ്. ആൻഡ് സോ അപ്പോൾ ഇനി അടുത്ത സൈഡ് വരയ്ക്കാൻ കീപ് കോമ്പസ് ഹിയർ. കീപ് കോമ്പസ് അറ്റ് ദിസ് വെർട്ടെക്സ്. എക്സ്റ്റെൻഡ് കോമ്പസ് അപ്പ് ടു ദിസ് ഡിസ്റ്റൻസ്. Then keeping compass that distance in the compass, keeping here, draw an arc to cut this one. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ആ ഡിസ്റ്റൻസ് കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. വി സി, അതായത് ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അതേ ഡിസ്റ്റൻസ് ആയിക്കോളും ഇതും. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ജോയിൻ ദീസ് 2 ലൈൻസ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നൗ വി ഹാവ് ഡ്രോൺ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹിയർ ഇൻ ദിസ് സർക്കിൾ with all vertices on that circle. And so now we have learned the method how to draw an equilateral triangle with vertices on a given circle. Okay, and so you can draw such a figure there in your notebook. Then give an heading, drawing equilateral triangle with vertices on a circle. Now here I have drawn a circle. Let this point be the center of the circle. If we mark any 2 points on this circle, let us, these are 2 points on the circle. Now the line joining these 2 points, we call it chord of a circle. This one is a chord. Therefore, chord, it is the line joining any 2 points of a circle. Okay, then if we join 2 points through the center, that means like this. Now here I have joined 2 points through the center, and this one is the longest chord. We call it diameter of the circle. Okay, therefore diameter is also a chord. Now the line joining any 2 points of the circle, we call it chord. To such a chord, if we drop a perpendicular from the center, mean from the center, if we draw a line making 90 degree with this one, at that time that perpendicular, that means if this angle is 90 degree, our question is, do that perpendicular has fallen at the midpoint of this line. ഈ ലൈനിൻ്റെ മിഡ്പോയിന്റിലാണോ ഈ പെർപെൻഡിക്കുലർ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ലൈനിൻ്റെ, അതായത് ലൈൻ ജോയിനിങ് 2 പോയിൻറ്റ്സ്, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആകണം, അതിൻ്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യണം. ആ ലൈന് സെൻറ്ററിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക, നമ്മൾ പറഞ്ഞതാണ്. തിരിച്ച് സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ മിഡ് പോയിന്റിലേക്ക് ആയിരിക്കുമോ എത്തിച്ചേരുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫോർ ദാറ്റ് ലെറ്റ് us draw 2 radii from this point to this one and to this one. At that time we will get such a 2 radii, then we will get here 2 right triangles. Here 90 degree means this one is also 90 degree. ഇങ്ങനെ 2 right triangles കിട്ടിയാൽ we see their hypotenuses are equal as they are radii. This one is the common altitude for both of the right triangles. Therefore their third sides also are equal, mean this piece is equal to this one. ഇതിന് ഈക്വൽ ആയേ പറ്റൂ. ഓക്കെ, ട്രയാങ്കിളിൻ്റെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്യൂസ് ഓൺ 1 സൈഡ് ഈക്വൽ ആണെങ്കിൽ തേർഡ് സൈഡ്സ് ഈക്വൽ ആണ്. ദിസ് മീൻ ദീസ് 2 പീസസ് ആർ ഈക്വൽ, മീൻ ദിസ് പോയിന്റ്, ഈ പോയിന്റ് അവിടേക്കാണ് നമ്മുടെ പെർപെൻഡിക്കുലർ എത്തിച്ചേർന്നത്. അപ്പോൾ ആ പോയിന്റ് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്തു, ഈക്വൽ പീസസായി മുറിച്ചു എന്നർത്ഥം. മിഡ് പോയിന്റിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ ഈ 2 പീസുകൾ ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ, ഇഫ് വി ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ്, ദാറ്റ് കോഡ് മേക്ക് this chord, that perpendicular make this chord to equal pieces, mean we can define it like this: the perpendicular drawn from the center of a circle to a chord bisects the chords. Bisects the chord mean these 2 pieces are equal then. Okay, ഇനി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ സർക്കിളിൻ്റെ ഒരു കോഡിൻ്റെ, ഈ കോഡിൻ്റെ മിഡ് പോയിന്റ്, ഇത് മിഡ് പോയിൻ്റ് ആണ് സപ്പോസ് ചെയ്തോളൂ, മിഡ് പോയിൻറ്റും സെൻറ്ററും ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, നൗ മൈ ക്വസ്റ്റ്യൻ,
ഈസ് ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആവുമോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കോഡിൻ്റെ മിഡ് പോയിൻറ്റും സെൻറ്ററും ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആവുമോ എന്നുള്ളതാണ്. ഹൗ ക്യാൻ വി ടെൽ ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി, ദിസ് വൺ ഇസ് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി തന്നെയാണ്. ഹൗ ക്യാൻ വി ടെൽ ദാറ്റ് വൺ? കൺസിഡർ ദീസ് ടു ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ദീസ് ടു ആർ ഹൈപ്പോട്ടന്യൂസസ് ഓർ ദേ ആർ റേഡിയൈ ഓഫ് ദി സർക്കിൾ. See, these are radii of the circle. അതുകൊണ്ട് ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിനും ഇത് കോമൺ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിനും ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. ബിക്കോസ് ദിസ് പോയിന്റ് ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് ദിസ് ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 sides ഈക്വൽ ടു 3 sides ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇൻ ദാറ്റ് വേ ദാറ്റ് ഈസ് ദി കണ്ടീഷൻ ടു ടെൽ ദാറ്റ് 2 triangles ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ എന്ന് മനസ്സിലായി. മാത്രമല്ല ഈ രണ്ട് ആംഗിൾസ് അതുകൊണ്ട് ഇവിടെയുള്ള ഈ ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു ദിസ് ആംഗിൾ. ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കണം. ഈ ആംഗിൾ ഇതിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ബിക്കോസ് ദേ ആർ ഈക്വൽ ആംഗിൾസ് അഗെയിൻസ്റ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് 2 ഈക്വൽ ട്രയാങ്കിൾ. രണ്ട് ഈക്വൽ ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസാണ്. വി സി ദെയർ സം ഈസ് 180 ഡിഗ്രി. They are linear pair. They are equal. Their sum is 180 degree mean each one of them is 90 degree. ആ സ്റ്റെപ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. These two angles are then 90 degree. As their sum is 180 and they should be equal mean each one of them is 90 degree. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എന്നപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയുമ്പം ദി ലൈൻ ജോയിനിങ് ദി മിഡ് പോയിന്റ് ഓഫ് എ കോഡ് ആൻഡ് സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു കോഡ്. ഒരു കോഡിൻ്റെ മിഡ് പോയിൻറ്റും സെൻറ്ററും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈന് അതൊരു വെറും ലൈന് മാത്രമല്ല, അത് ഈ കോഡിന് പെർപെൻഡിക്കുലറായിട്ടേ ഇതിനെ നിൽക്കാൻ കഴിയുള്ളൂ. Therefore, let us write that one. The line joining the center of a circle and midpoint of a chord is perpendicular to chord. That is next point to be written. See. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും, രണ്ട് ഈക്വൽ പീസാക്കും. തിരിച്ചു പറഞ്ഞാൽ ഒരു കോഡിൻ്റെ മിഡ് പോയിൻറ്റും സർക്കിളിൻ്റെ സെൻറ്ററും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈന് കോഡിന് പെർപെൻഡിക്കുലറാണ്. കോഡിന് 90 ഡിഗ്രി ആകുന്ന രീതിയിലാണ് ആ പെർപെൻഡിക്കുലർ നിലകൊള്ളുക. Okay, you can draw such a rough figure and write down code and its definition and write down these two notes in your notebook. Okay. Now let us have some problems done. See, read the question and see the figure. It is said, prove that the line joining the centers of circles, here 2 circles are given. This one is the line joining the centers. Now this line we need to prove is perpendicular bisector of the line joining their points of intersection. These are the points of intersection. See, this one is a point where the 2 circles intersected. Here this one is also a point where the 2 circles intersected. This line is the line joining points of intersection. We needed to prove this line joining centers, it acts as the perpendicular bisector to this one. We needed to prove this line bisects this one and this. Here the angle is 90 degree. To prove that one, we know if we see the smaller circle, to that smaller circle, this one is a chord. Therefore, the perpendicular bisector of this chord must pass through the center of the circle. See the chord. If we consider the smaller circle, the perpendicular bisector of this chord pass through this center. Like that, to the larger circle, this one is a chord. This chord is a chord for the larger circle also. Okay. At that time, the perpendicular bisector of this chord must pass through this center. Okay. ഈ കോഡ്, ഈ ലൈന്, ഈ സ്മോൾ ലൈന് ഈ സർക്കിളിൻ്റെയും ഒരു കോഡാണ്, ഇതിൻ്റെയും ഒരു കോഡാണ്. അതുകൊണ്ട് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതിലൂടെ പോകണം. ഇതിൻ്റെയും കോഡായതുകൊണ്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ സെൻറ്ററിലൂടെയും പോകണം. ഓക്കെ, therefore the perpendicular bisector of the chord must pass through the center of the larger circle also. അതിലൂടെ പാസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ പോയിന്റിലൂടെയും പാസ് ചെയ്യണം, ഈ പോയിന്റിലൂടെയും പാസ് ചെയ്യണം. അപ്പോൾ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒറ്റ ലൈനേ വരയ്ക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതിലൂടെയും പോകണമെന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒറ്റ ലൈനേ ഉള്ളൂ. സി, ഓൺലി വൺ ലൈൻ ക്യാൻ ബി ഡ്രോൺ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ച ലൈന് തന്നെയാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. Therefore, this line joining the centers of the circle itself is the perpendicular bisector of this chord. ഈ chord എന്ന് പറയുന്നത് ഇവിടെ line joining the points of intersection. Therefore, this line itself is the perpendicular bisector to the line joining the points of intersection. Okay, hence we have done the proof. You can draw such a figure there in your notebook, then this question, then this answer there. Now let us have one more problem. Read the question, see the figure. In the figure, a chord and a diameter through the end point of the chord is drawn. Then another chord is drawn through the same point making same inclination with the diameter. Prove that the chords are equal. Mean here this chord, consider this chord. Through its end point a diameter is drawn. Now what inclination make this chord with the diameter, that means this angle, is same as that of the inclination made by this chord with this diameter. Mean these two angles are equal. We need to prove these two chords are equal. For this, let us redraw the figure. Okay, now the center of the circle, let us mark the center of the circle. We know it is at the midpoint of the diameter. Circle midpoint, ഡയമീറ്ററിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടാകുക. ഞാനതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ് us നെയിം ഇറ്റ് ബൈ O. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിനെ മാർക്ക് ചെയ്താൽ മതി. സുമാർ ഒരു പോയിന്റിനെ അവിടെ മാർക്ക് ചെയ്യാം. ലെറ്റ് AB be the diameter and AC and AD be the chords. We need to prove AC and AD are equal. For this, let us join OD and OC. OCയും ODയും ജോയിൻ ചെയ്യുക. ഇത് രണ്ടും ജോയിൻ ചെയ്യുകയാണെങ്കിൽ we will get two triangle OAD and OAC. See these two triangles. Okay, let O be the center. അപ്പോൾ നമ്മൾ ചെയ്തത്, if O is the center of the circle, let us name O is the center of the circle, angle OAC, ഇവിടെ ഈ ആംഗിൾ inclination, if that one is x, this one is also x. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. If we suppose this angle OAC by x, ഈ ആംഗിൾ നമ്മൾ x എന്ന് സപ്പോസ് ചെയ്യുകയാണെങ്കിൽ, then the other angle is also x because it is said in the question like that. Okay, ഈ രണ്ട് ആംഗിൾസ്, that is if angle OAC is equal to x, then angle ODA is also x. ഈ ആംഗിൾ OACനെ x എന്ന് സപ്പോസ് ചെയ്യുകയാണെങ്കിൽ OAD also is x. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ പരിഗണിക്കുക. ഈ ട്രയാങ്കിളിലെ OAC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ ഈ ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ഓൾസോ എക്സ് ബിക്കോസ് ദിസ് വൺ ഇസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ലൈക്ക് ദാറ്റ് ദിസ് വൺ ഈസ് അഗെയിൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഇഫ് ആൻഡ് സോ ദിസ് ആംഗിൾ ഈസ് എക്സ്. ആംഗിൾ OCA ഈസ് എക്സ്, ആംഗിൾ ODA ഈസ് എക്സ്. ലെറ്റ് us mark that one. Now when we consider these two triangles, angle AOC, this angle will be equal to this one. Each one of them should be 180 minus 2x because total interior angle of a triangle is 180. Now when we consider these two triangles, we see OA, OC, OD, they are all equal, and so we have to see these two triangles are congruent because this triangle gets its two sides and included angle same as that of two sides and included angle of the other triangle. In that way, that two triangles are congruent. You know the congruency conditions for two triangles. And triangle congruent are the conditions ഒക്കെ നിങ്ങൾക്കറിയാം, അതിവിടെ വന്നിരിക്കുന്നു. Therefore, that two triangles are congruent mean രണ്ട് triangles congruent ആണെങ്കിൽ ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആവും. That mean therefore AC and AD are equal. Okay, which we are asked to prove. You can draw the figure there, then these steps in your notebook. How to done? We could have done this problem in this way also. ഇങ്ങനെ ചെയ്തതിന് പകരം നമ്മൾ ഈ രണ്ട് റേഡിയസ് മാർക്ക് ചെയ്തതിന് പകരം ഇങ്ങനെയും ചെയ്യായിരുന്നു. ആ രണ്ട് റേഡിയസിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ BDയും BCയും ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, we know this one is a semicircle. Angle in a semicircle is rectangle. ഇവിടെ 90 ഡിഗ്രി ആണെന്ന് വരും. എന്നപോലെ ഇവിടെ 90 ഡിഗ്രിയാണ്. We can tell these two triangles are congruent because this one 90, this one 90. Therefore, this angle will be 90 minus x, this will be 90 minus x. And so when we consider these two triangles,
this side of the triangle and two angles on that side are equal to those of the other triangle. Hence these two triangles are congruent, mean AC and AD are equal. In this way let us have it done. അങ്ങനെ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യായിരുന്നു. ഓക്കെ, ആ രീതിയിലും ആൻസർ ചെയ്യാമെന്ന് സൂചിപ്പിച്ചു നടത്താം. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി. Now let us have one more problem. Here read the question. If two chords are equal length are drawn from a point on the circle, then prove the diameter through this point bisects the angle between them. നേരത്തെ ഫിഗർ തന്നെ, പക്ഷെ ഇവിടെ മാറ്റം. നേരത്തെ ഈ രണ്ട് കോഡ്സ് ഈക്വൽ ലെങ്ത് ഉള്ളവയാണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു വേണ്ടത്. ഇവിടെ ഈക്വൽ ലെങ്ത് ഉള്ള രണ്ട് കോഡ്സ് ഒരു പോയിന്റിൽ നിന്ന് വരച്ചു. If we draw a diameter through that point, we have to prove that diameter bisects the angle between them. That means this total angle will be bisected. This diameter mean we have to prove these two angles are equal. നേരത്തെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ തന്നിട്ട് ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഇത് ഈക്വൽ തന്നാൽ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നുള്ളതിൻ്റെ നേരെ റിവേഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫിഗർ ഒന്ന് തന്നെയാണ്. ആൻഡ് സോ ലെറ്റ് us റീഡ്രോ ദി ഫിഗർ ആൻഡ് സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലെറ്റ് us മാർക്ക് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ വിൽ ബി അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ഡയമീറ്റർ. ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു പോയിന്റിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, റഫായിട്ട് മാർക്ക് ചെയ്താൽ മതി. Now let that point be O. O is the center of the circle. Okay, let us name the diameter by AB and the chords by AC and AD like that. Now let O be the center. Let us join OC and OD. OD യും OC യും ജോയിൻ ചെയ്യാം. നേരത്തെ പോലെ തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ജോയിൻ OC and OD. Let us write that one. Join OC and OD. Then we see when we consider the triangles OAD and OAC. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ we can see അത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. when we consider that two triangles we see AC and AD are equal. ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് because it is said in the question, given in the question. OD is equal to OC because they are radii of the circle. And OA is common for both of the triangle. ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണ്. വൺ ഈസ് AD, ഇറ്റ് ഈസ് ഈക്വൽ ടു AC. OD ഈസ് വൺ റേഡിയസ്, OC ഈസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. OA ഈസ് കോമൺ ഫോർ ബോത്ത് ഓഫ് ദി ട്രയാങ്കിൾ. ഇൻ ദാറ്റ് വേ ദി ട്രയാങ്കിൾസ് ഗെറ്റ് their three sides equal. That means the triangles are then congruent. It is the condition to tell two congruency of two triangles. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ we can tell ദീസ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഈ ഡയമീറ്റർ ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നാണ്. therefore let us tell angle OAC equal to angle OAD. triangle congruent ആണെന്ന് പറഞ്ഞാൽ corresponding angles equal ആണ്, corresponding sides equal ആണ്. here the corresponding angles are equal. Okay, and so you can write the question and this steps in your notebook. Have it done. Now let us have some homeworks. Read the question and see the figure. In the figure, two concentric circles are drawn. Then prove the part of the lines in between the circles are equal. Here, these two circles are concentric, mean they get same center. Their common center is there. Now, this line, when we consider this line, two parts are there here in between these two circles. ഈ രണ്ട് സർക്കിൾസിന്റെ ഇടയിലകപ്പെട്ട ഈ രണ്ട് പീസുകളുടെ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. We can have it. Now read the second question. Draw a square. ഒരു സ്ക്വയർ വരക്കാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആ പറഞ്ഞ പോലെ വരക്കണം. Draw a square. Then a circle. അതിന്റെ ഒരു സർക്കിൾ വരക്കാൻ പറഞ്ഞു. Then draw diameters of the circle parallel to the sides of the square. ഇതിലാണ് sides. ഇതിന് parallel ആയിട്ട് diameters വരക്കാൻ പറഞ്ഞിട്ട്. When two diameters are drawn parallel to the sides of the square, we will get like that. Then prove the polygon formed by joining all vertices of the square and the end points of the diameter form a regular octagon. ഈ vertices, ഈ സ്ക്വയറിന്റെ verticesഉം പിന്നെ ഈ ഡയമീറ്റേഴ്സിന്റെ എൻഡ് പോയിന്റ്സും എല്ലാം ജോയിൻ ചെയ്യിപ്പിച്ച് കിട്ടുന്ന ഫിഗർ പോളിഗൺ, അത് ഒരു റെഗുലർ ഒക്ടഗൺ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. That means when we join all those vertices, it will be like that. The figure obtained, we need to prove a regular octagon. We have to prove this one a regular octagon. And so
You have to write these two questions and these two figures there in your notebook. Answer it yourself. Anyway, let us stop here. Okay, thanks.